അപ്പോൾ നമ്മൾ പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോമും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഫോക്കസ്, ഡയറക്ട്രിക്സ് എല്ലാം പറഞ്ഞു അല്ലേ. ഇനി വരുന്നതാണ് എലിപ്സ്. അപ്പോൾ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാലോ അല്ലേ. ഇങ്ങനെ ആയിരിക്കും ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ പരാബോള പറഞ്ഞതായിരുന്നു ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നും ഫിക്സ്ഡ് ലൈനിലേക്കുള്ള ഇക്യു ഡിസ്റ്റൻസ് അല്ലേ. ഇക്യു ഡിസ്റ്റൻസിൽ വരുന്ന കുറച്ച് സെറ്റ് ഓഫ് പോയിൻറ്റ്സിനെയാണ് നമ്മൾ പരാബോള എന്ന് പറയുന്നത്. അപ്പോൾ എലിപ്സ് എന്തായിരിക്കും? ഇതെന്താണ്? സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ അല്ലേ, ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം എ ഫിക്സ്ഡ് പോയിൻറ്റ്. അതായത് ഇവിടെ ഫിക്സ്ഡ് പോയിൻറ്റ് ഞാൻ എഫ് ഫോക്കസ് കൊടുക്കുകയാണ്. ആ ഫിക്സ്ഡ് പോയിന്റിൽ നിന്നും ഇങ്ങോട്ടുള്ള, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് പി എന്ന് പറഞ്ഞാൽ ഈ പി എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രം എ ഫിക്സ്ഡ് ലൈൻ എന്ന് പറഞ്ഞല്ലോ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിൻ്റെ ഈ ടൈംസ് കൂടുതലായിരിക്കും. അതായത് എഫ് പി ഇസ് ഈക്വൽ ടു ഇ ടൈംസ് പി എം, സം കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് പി എം. അത് ഞാൻ ഇ എന്ന് കൊടുത്തു എന്നുള്ളൂ. ഇവിടെ എം എന്നുള്ളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എഫ് പി ഇസ് ഈക്വൽ ടു ഇ ടൈംസ് പി എം എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എലിപ്സ് എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം? എലിപ്സിന് എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം? ആൻ എലിപ്സ്, അപ്പോൾ ഇതിൻ്റെ എക്സെൻട്രിസിറ്റി എന്തായിരിക്കും അല്ലേ? എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് എഫ് പിയും ഈ പി എമ്മും ഈക്വലായി മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സെൻട്രിസിറ്റി 1. അതായിരുന്നു നമ്മൾ പരാബോളൻ്റെ കേസിൽ പറഞ്ഞില്ലേ. ഇത് തമ്മിലുള്ള റേഷ്യോ ഡിസ്റ്റൻസ് ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സെൻട്രിസിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും അല്ലേ. പിന്നെ എഫ് പി എന്ന് പറയുന്നത് ഇ ടൈംസ് പി എം ആണ്. അപ്പോൾ നമുക്ക് എക്സെൻട്രിസിറ്റി എന്താ കിട്ടുക? ലെസ് ദാൻ 1. ദാറ്റ് ഈസ് എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം? ആൻ എലിപ്സ് അല്ലേ, ആൻ എലിപ്സ് വിത്ത് എക്സെൻട്രിസിറ്റി ഇ ടു ബി the set of all points in the plane അല്ലേ, പ്ലെയിനിലുള്ള കുറച്ച് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ആണ് whose distance from a ഫിക്സ്ഡ് പോയിൻറ്റ്, ആ ഫിക്സ്ഡ് പോയിൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫോക്കസ് അല്ലേ. ഫിക്സ്ഡ് പോയിൻറ്റ് എഫ് ഈസ് ഇ ടൈംസ് ആണ് എന്ത്? ദയർ ഡിസ്റ്റൻസ് ഫ്രം ഫിക്സ്ഡ് ലൈൻ അല്ലേ, ദയർ ഡിസ്റ്റൻസ് ഫ്രം ഫിക്സ്ഡ് ലൈൻ. ആ ഫിക്സ്ഡ് ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? ഡയറക്ട്രിക്സ് അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിക്സ്ഡ് ലൈനിൽ നിന്നും അല്ലേ എന്താ പറയുന്നത്? ഇസ് സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ്, കുറച്ച് സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് അല്ലേ. ആ പോയിൻറ്റ്സ് എല്ലാം കൂടെ നമ്മൾ ട്രേസ് ചെയ്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് സെറ്റ് ഓഫ് പോയിൻറ്റ്സ്, ആ പോയിൻറ്റ്സ് എങ്ങനെ വേണം? അതിനെ അല്ലേ, ആ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ ദ പ്ലെയിൻ ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിൻറ്റ്. ഈ ഫിക്സ്ഡ് പോയിൻറ്റിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഈസ് ഇ ടൈംസ് ദർ ഡിസ്റ്റൻസ് ഫ്രം ദ ഫിക്സ്ഡ് ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഫ് പി ഇസ് ഈക്വൽ ടു ഇ ടൈംസ് പി. ഞാൻ ഈ ഫോക്കസിനെ AE0 എന്ന് കൊടുത്തു. എക്സെൻട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് A0 എന്ന് കൊടുത്തു. AE0 എന്ന് പറയുന്നതാണ് ഫോക്കസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡയറക്ട്രിക്സ് എന്താ വരിക? എക്സ് ഇസ് ഈക്വൽ ടു A/E എന്ന് വരും അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? x² ഡിവൈഡഡ് ബൈ A² പ്ലസ് y² ഡിവൈഡഡ് ബൈ B² ഇസ് ഈക്വൽ ടു 1 അല്ലേ. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചതായിരുന്നു +2-ൽ. അപ്പോൾ നമുക്കിതെങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നോക്കാം. എഫ് പി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു പി എം ആണെന്നുള്ളത് എലിപ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് കിട്ടി. ദെൻ ഞാനിതിനെ സ്ക്വയർ ചെയ്യാണ്. ദറ്റ് ഈസ് എഫ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു E² ഇൻറ്റു PM സ്ക്വയർ. എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള ഈ XY എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഫോക്കസ് AE0 ആൻഡ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? XY ആണ്. അപ്പോൾ എഫ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? എക്സ് മൈനസ് അല്ലേ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് മൈനസ് AE² പ്ലസ് y-0² എന്ന് പറഞ്ഞാൽ y² ഇസ് ഈക്വൽ ടു E² ഇൻറ്റു PM സ്ക്വയർ. PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു A/E ആണ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ വരിക? എക്സ് മൈനസ് A/E². ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിനെ A-B² വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ദറ്റ് ഈസ് x² മൈനസ് 2AXE plus A² E² plus y² is equal to E² into x² minus 2xA/E plus A² by E². ഓക്കെ,
എക്സ്പാൻഡ് ചെയ്തതാണ്. ദെൻ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2axe പ്ലസ് എ സ്ക്വയർ ഇ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ എക്സ് സ്ക്വയർ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ അല്ലേ, മൈനസ് ഇവിടെ ഒരു എയും ഇയും ഉണ്ട് അല്ലേ, ഇയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2axe പ്ലസ് ഇ സ്ക്വയറും ഈ സ്ക്വയറും പോയി കഴിഞ്ഞാൽ എ സ്ക്വയർ. അപ്പോൾ ഈ 2axും ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരിക? ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. ആ എക്സ് സ്ക്വയറിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ വരിക? എക്സ് സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു എ സ്ക്വയർ ഇ സ്ക്വയറും വൈ സ്ക്വയറും ഉണ്ട് അല്ലേ, അപ്പോൾ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇസ് ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകും. ദാറ്റ് ഈസ് എ സ്ക്വയർ ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് എ സ്ക്വയർ ഇ സ്ക്വയർ. ദെൻ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എക്സ് സ്ക്വയർ കോമൺ ആണ് അല്ലേ, എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ എഴുതാം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ വരിക? എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വരും. ഓക്കെ, ഇത്രയും ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിന് ഞാൻ ബി സ്ക്വയർ എന്ന് കൊടുക്കണം. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. വേർ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ വരിക? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ആൻഡ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ബി എങ്ങനെ എഴുതാം? ബി ഇസ് ഈക്വൽ ടു എ റൂട്ട് 1 മൈനസ് ഇ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് കിട്ടി. ഇനി നമുക്ക് നിങ്ങൾ +2 പഠിച്ചതായിരിക്കും ഇതിൻ്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും ഇതിന് ഒരു ഫോക്കസ് അല്ല 2 ഫോക്കസ് ഉണ്ടായിരിക്കും അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അപ്പോൾ നമ്മൾ എലിപ്സിൻ്റെ പിക്ചർ പറഞ്ഞിരുന്നു, ഇങ്ങനെയാണ് വരിക അല്ലേ. എലിപ്സിൻ്റെ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരക്കാം. അതായത് എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്മട്രിക് എബൌട്ട് ബോത്ത് എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ്. ഇത് എക്സ് വൈ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എലിപ്സ് ഈസ് സിമ്മട്രിക് എബൌട്ട് ബോത്ത് എക്സ് ആൻഡ് ആക്സിസ്. കാരണം ഇവിടെ എക്സ് ആക്സിസിൽ നമ്മളൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ഇമേജ് അത് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സിസ് ആണെന്ന് പറയാം. വൈ ആക്സിസിൽ ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണോ വരുന്നത് തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇറ്റ് ഈസ് സിമ്മട്രിക് എബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും? എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫോക്കസ് ഉണ്ടായിരിക്കും. ഇവിടെ ഫോക്കസ് AE0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? അപ്പോൾ മൈനസ് AE0 എന്ന് വരും. ഇവിടുന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അത് A ആൻഡ് ഇവിടുന്ന് അപ്പോൾ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? മൈനസ് A ആയിരിക്കും. കാരണം നമ്മളൊക്കെ അറിയാലേ ഈ ആക്സിസുമായിട്ട് ഈ എലിപ്സ് കൂട്ടിമുട്ടുന്ന ഈ ഒരു റീജിയൻ A അല്ലേ, -A എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടുത്തത് B ആൻഡ് -B എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ദ എലിപ്സ് അല്ലേ ഇൻ്റർസെക്റ്റ് ആക്സിസ് അറ്റ് ദ പോയിൻറ്റ് അല്ലേ. ഏതൊക്കെയാണ് പോയിൻറ്റ്സ് വരുന്നത്? A ± A0 ആൻഡ് 0 ± B അല്ലേ. പിന്നെ അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇത് മേജർ ആക്സിസും ഇത് മൈനർ ആക്സിസും അല്ലേ. ഇത് വലിയ ആക്സിസാണ്, ഇത് ചെറുത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് മേജറെന്നും ഇതിനെ മൈനർ ആക്സിസ് എന്ന് വിളിക്കാം. അതൊക്കെ നിങ്ങൾ +2 പഠിച്ചതായിരിക്കും. അപ്പോൾ ഇതിന് 2 ഫോക്കസ് വരും അല്ലേ. അപ്പോൾ നമുക്കിതിന് 2 ഫോക്കസ് ഉണ്ട് അല്ലേ. അതായത് ഫോസൈ എന്ന് പറയും. എങ്ങനെ എഴുതാം? ഫോസൈ എന്ന് പറഞ്ഞാൽ ± AE0 അല്ലേ. AE0 ആണ് നമ്മൾ ഫോക്കസ് പറയുന്നത്. അപ്പോൾ ± AE0 ആൻഡ് ഡയറക്ട്രിസസ് എന്ന് പറയാം അല്ലേ. ഡയറക്ട്രിസസ് 2 ഉണ്ട്. ഡയറക്ട്രിസസ് ഏതൊക്കെയായിരുന്നു? D ഡാഷ് അല്ലേ. ഇവിടെ ഒന്ന് D വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്തുണ്ടായിരിക്കും? D ഡാഷ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ടായിരിക്കും. x = A/A എന്ന് പറഞ്ഞുകൊണ്ട് x = ± A/E എന്നുള്ളതായിരിക്കും ഡയറക്ട്രിസസ് വരുന്നത്. ദെൻ ഇതെന്താണ്? ഒറിജിൻ അല്ലേ. അപ്പോൾ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 0 ആണ് ഒറിജിന്. ഓക്കെ, മേജർ ആക്സിസ് മൈനർ ആക്സിസ്. ഇനി പാരാമെട്രിക് ഇക്വേഷൻ ആണ് അല്ലേ. പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എലിപ്സ്. നമ്മൾ പരാബോളയുടെ പാരാമെട്രിക് ഇക്വേഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ നമ്മളൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻ്റ് ഏത് ഫോർമാറ്റിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് A cos t ആൻഡ് B sin t ആണ്. ഓക്കെ, കാരണം എന്താണ്? സിൻസ് ഈച്ച് പോയിന്റ് ഓൺ വിത്ത് ദ കോർഡിനേറ്റ് A cos t B sin t ലൈസ് ഓൺ ദ എലിപ്സ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെന്താണ്? x = A cos t യും y = B sin t യും അല്ലേ. നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ വേണ്ടത് x² / A² + y² / B² ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം അല്ലേ. 1 കിട്ടുമോ? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 1 കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം.
അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ വിച്ച് ഇംപ്ലൈസ് എങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ കോസ് ടി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സൈൻ ടി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ വിച്ച് ഇംപ്ലൈസ് ഇതെന്താ വരിക എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ ടി അല്ലേ ഇവിടെ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഉണ്ട് ബി സ്ക്വയർ അപ്പോൾ ഈ ബി സ്ക്വയറും ക്യാൻസൽ ചെയ്യാം ഇവിടെ എ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം then എന്താ വരിക കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ് അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ കോർഡിനേറ്റ്സ് ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ബി സൈൻ ടി എന്നുള്ള ഫോമിലായിരിക്കും ഇതിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും അല്ലേ അപ്പോൾ നമുക്ക് പി എന്ന് പറയുന്ന പോയിൻറ്റ് സം എ കോസ് ടി വൺ ആൻഡ് ബി സൈൻ ടി വൺ ആണെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ഒരു പോയിൻറ്റ് പി ടു എന്ന് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്യൂ എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക എ കോസ് ടി ടു ആൻഡ് ബി സൈൻ ടി ടു ഇങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ എന്താ വരുന്നത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ബി സൈൻ ടി വേർ ടി ബിലോങ്സ് ടു മൈനസ് പൈ ടു പൈ ഓക്കെ അപ്പോൾ ഇത്രയുള്ള എലിപ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എലിപ്സിന് എന്താണ് രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് ഫോസൈ എന്ന് പറയാം പ്ലസ് ഓർ മൈനസ് എ സീറോ ആൻഡ് ദ ഡയറക്ട്രീസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ ആൻഡ് ഒറിജിൻ ഒ എൻ ആയിരിക്കും അല്ലേ 0 0 then major axis ഉണ്ടായിരിക്കും മൈനർ ആക്സിസ് ഉണ്ടായിരിക്കും വിത്ത് ദ കോർഡിനേറ്റ്സ് പ്ലസ് ഓർ മൈനസ് എ സീറോ ആൻഡ് 0 പ്ലസ് ഓർ മൈനസ് ബി ഓക്കെ അതുപോലെ തന്നെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എ കോസ് ടി ആൻഡ് ബി സൈൻ ടി ആയിരിക്കും ദെൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വിത്ത് എക്സിൻട്രിസിറ്റി ഇ ലെസ് ദാൻ 1 പ്രോബ്ലം നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ ലെറ്റ് പി ക്യൂ ബി ആൻ ആർബിട്രറി chord of the ellipse with equation x square divided by a square plus y square divided by b square is equal to 1. Let m be the midpoint of PQ. Prove that the following expressions is independent of the choice of P and Q. That is, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ സ്ലോപ്പ് ഓഫ് ഒ എം ഇൻറ്റു സ്ലോപ്പ് ഓഫ് പി ക്യൂ എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് ഒരു എലിപ്സ് വിത്ത് ഇക്വേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അല്ലേ ഇതിൽ രണ്ട് പോയിൻ്റ് ആണ് എന്ത് തന്നിട്ടുണ്ട് പി ക്യൂ ബി ആൻ ആർബിട്രറി കോഡ് ഓഫ് ദി എലിപ്സ് അല്ലേ അപ്പോൾ പി ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രറി കോഡാണ് ഓഫ് ദി എലിപ്സ് ആൻഡ് ലെറ്റ് എം ബി ദ മിഡ് പോയിൻ്റ് ഓഫ് പി ക്യൂൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പി എന്ന് പറയുന്നത് ഇവിടെ ഉള്ളൊരു പോയിൻറ്റും ദെൻ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ വരുന്നൊരു പോയിൻ്റ് എന്നെടുത്തു അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കോഡാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം എന്നെടുത്തു ഓക്കെ മിഡ് പോയിൻ്റ് എം ആണ് ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ദെൻ പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ചോയ്സ് ഓഫ് പി ആൻഡ് ക്യൂ സ്ലോപ്പ് ഓഫ് ഒ എം ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് പി ക്യൂ അപ്പോൾ സ്ലോപ്പ് ഓഫ് ഒ എം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനിൽ നിന്നും ഇങ്ങോട്ടുള്ള അല്ലേ ഇവിടെ ഒറിജിൻ വരിക അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻറ്റു സ്ലോപ്പ് ഓഫ് പി ക്യൂ എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷനെ ഇതിൻ്റെ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പറഞ്ഞാൽ ഈ വേരിയബിൾ ടി അല്ലേ പിയിലും ക്യൂലും നമ്മളെങ്ങനെ ചൂസ് ചെയ്യുന്ന വേരിയബിൾസ് വരുന്നത് എ അല്ലേ എങ്ങനെയാണ് ഇവിടുത്തെ പോയിന്റ് വരിക എ കോസ് ടി ആൻഡ് ബി സൈൻ ടി അല്ലേ T1 കൊടുക്കാം ഇവിടെ എന്ത് വരും എ കോസ് T2 ആൻഡ് ബി സൈൻ T2 അല്ലേ ഇങ്ങനെയായിരിക്കും പോയിന്റ് അപ്പോൾ നമുക്ക് പി എന്നുള്ള പോയിന്റ് എന്ത് കൊടുക്കാം എ കോസ് T1 ബി സൈൻ T1 ഓക്കെ അതുപോലെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ കോസ് T2 ആൻഡ് ബി സൈൻ T2 അപ്പോൾ എം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിഡ് പോയിൻ്റ് എങ്ങനെയായിരിക്കും വരുന്നത് a/2 അല്ലേ a/2 മിഡ് പോയിൻ്റ് പറഞ്ഞാൽ a/2 കോസ് T1 പ്ലസ് കോസ് T2 ഓക്കെ അടുത്ത പോയിൻ്റ് എന്തായിരിക്കും ആൻഡ് b/2 ഇൻറ്റു സൈൻ T1 പ്ലസ് സൈൻ T2 അതല്ലേ മിഡ് പോയിൻ്റ് വരിക ഓക്കെ അപ്പോൾ എമ്മും കിട്ടി ആൻഡ് ഒ എന്ന് പറഞ്ഞാൽ എന്താണ് 0 അല്ലേ ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 ആണ് ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് ഒ എം വേണം അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് പി ക്യൂ വേണം എന്നിട്ട് എന്ത് ചെയ്യുക അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും വരുന്നത് അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കണം അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം സ്ലോപ്പ് ഓഫ് ഒ എം ചെക്ക് ചെയ്യാം സ്ലോപ്പ് ഓഫ് ഒ എം ഈക്വൽ ടു ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് അല്ലേ അപ്പോൾ എം ഇതാ ഒ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എം അപ്പോൾ എങ്ങനെ നമ്മൾ സ്ലോപ്പ് ചെക്ക് ചെയ്യാം ഇത് തമ്മിലല്ലേ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓക്കെ അപ്പോൾ എന്താ വരിക b/2 സൈൻ T1 പ്ലസ് സൈൻ T2 ഡിവൈഡഡ് ബൈ അല്ലേ a/2 കോസ് T1 പ്ലസ് കോസ് T2 അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്യാം നമുക്ക് ദാറ്റ് ഈസ് ഇതെന്ത് വരും b ഇൻറ്റു സൈൻ T1 പ്ലസ് സൈൻ T2
ഡിവൈഡഡ് ബൈ എ ഇൻറ്റു കോസ് T1 പ്ലസ് കോസ് T2. ഓക്കെ, അത്രയും കിട്ടി അല്ലേ. ഇനി എന്താ നെക്സ്റ്റ് വേണ്ടത്? സ്ലോപ്പ് ഓഫ് പി ക്യു അല്ലേ, സ്ലോപ്പ് ഓഫ് പി ക്യു. ഇപ്പോൾ പി ക്യു എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്, ഇതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കണം അല്ലേ, ബി ഇൻറ്റു സൈൻ T1 മൈനസ് ബി ഇൻറ്റു അല്ലേ, ബി ഇതിൽ കോമൺ ആണ്, അപ്പോൾ എന്തൊരു ബി ഇൻറ്റു സൈൻ T1 മൈനസ് സൈൻ T2 ഡിവൈഡഡ് ബൈ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ വരിക, എ ഇൻറ്റു കോസ് T1 മൈനസ് കോസ് T2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ സ്ലോപ്പ് ഓഫ് പി ക്യു കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ഒ എം ഇൻറ്റു സ്ലോപ്പ് ഓഫ് പി ക്യു തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സ്ലോപ്പ് ഓഫ് ഒ എം വരുന്നത് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു സൈൻ T1 പ്ലസ് സൈൻ T2 ഡിവൈഡഡ് ബൈ എ ഇൻറ്റു കോസ് T1 പ്ലസ് കോസ് T2 അല്ലേ, ഇൻറ്റു സ്ലോപ്പ് ഓഫ് പി ക്യു ആണ്. സ്ലോപ്പ് ഓഫ് പി ക്യു എന്തായിരുന്നു? ബി ഇൻറ്റു സൈൻ T1 മൈനസ് സൈൻ T2 ഡിവൈഡഡ് ബൈ അല്ലേ എ ഇൻറ്റു കോസ് T1 മൈനസ് കോസ് T2. ഓക്കെ, ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ബി ബൈ എ ഉണ്ട്, ഇവിടെയും ബി ബൈ എ ഉണ്ട് അല്ലേ, അപ്പോൾ എന്ത് വരും? ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു ഇനി എന്ത് ചെയ്യണം നമ്മൾ? സൈൻ സ്ക്വയർ ഇവിടെ നോക്ക്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലാണ് അല്ലേ, അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ T1 മൈനസ് സൈൻ സ്ക്വയർ T2 എന്ന് എഴുതാം അല്ലേ, ഇങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്, അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോ സ്ക്വയർ T1 മൈനസ് കോ സ്ക്വയർ T2 എന്ന്. ക്ലിയർ? ഇസ് ഈക്വൽ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു മുകളിൽ ഞാൻ ഇതതുപോലെ തന്നെ എഴുതാം, അതായത് സൈൻ സ്ക്വയർ T1 മൈനസ് സൈൻ സ്ക്വയർ T2 ഡിവൈഡഡ് ബൈ താഴെ കോ സ്ക്വയർ T1നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 മൈനസ് സൈൻ സ്ക്വയർ T1 അല്ലേ, മൈനസ് അതുപോലെ തന്നെ ഇവിടെ എന്ത് എഴുതാണ്? 1 മൈനസ് സൈൻ സ്ക്വയർ T2 എന്ന്. ഓക്കെ, ഇസ് ഈക്വൽ ടു അപ്പോൾ എന്താ വരിക? ഇങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു അല്ലേ സൈൻ സ്ക്വയർ T1 മൈനസ് സൈൻ സ്ക്വയർ T2 ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ T1 മൈനസ് 1 പ്ലസ് സൈൻ സ്ക്വയർ T2 എന്ന്. അപ്പോൾ എന്ത് ചെയ്യും? മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്യാം. ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ T1 മൈനസ് സൈൻ സ്ക്വയർ T2 ഡിവൈഡഡ് ബൈ ഈ താഴെ നിന്ന് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരിക? മൈനസ് അല്ലേ, മൈനസ് എന്താ വരിക? സൈൻ സ്ക്വയർ T1 മൈനസ് സൈൻ സ്ക്വയർ T2 എന്ന് വരും. ഓക്കെ, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു -1 തന്നെ, ദാറ്റ് ഈസ് മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സ്ലോപ്പ് ഓഫ് ഒ എം ഇൻറ്റു സ്ലോപ്പ് ഓഫ് പി ക്യു എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പി ആൻഡ് ക്യൂ അല്ലേ, സിൻസ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി. T1നെയും T2നെയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസറിൽ എന്ത് മാത്രമേ ഉള്ളൂ? മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? ഇത് എന്താ ഒരിക്കലും T1നെയും T2നെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയും. ക്ലിയർ?